നമസ്കാരം. തൻ്റെ പ്രാണപ്രേയസിയായ കാവ്യകലയെക്കുറിച്ച് ശ്രീ വയലാർ രാമവർമ്മ എഴുതിയ സർഗസംഗീതം എന്ന കവിതയാണ് ഞാനിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്തപ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോത്ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം. ആ മൺമെത്തകളാറ്റുനോറ്റ മധുര സ്വപ്നങ്ങളിൽ ജീവിതപ്രേമം പാടിയ സാമഗാനലഹരി ഹർഷാഞ്ജിതാത്മാക്കളായി ആ മന്വന്തര ഭാവശില്പികൾ എനിക്കെന്നേക്കുമായി തന്നതാണ് ഓമൽ കാർത്തിക നെയ്വിളക്കെരിയുമീ ഏകാന്തയാകാശ്രമം. നാദം ശൂന്യതയിങ്കലാദ്യമമൃതം വർഷിച്ച നാളിൽ ഗതോന്മാദം വിശ്വപദാർത്ഥശാല ഒരിടത്തൊന്നായി തുടിച്ചിടവേ ദാഹിച്ചു വിടർന്ന ജീവകലികാജാലങ്ങളിൽ കാലമേ നീ ദർശിച്ച രസാനുഭൂതി പകരൂ മൽപാനപാത്രങ്ങളിൽ. ഓരോ ജീവഗണത്തിനുമുള്ളിലും ഉണർന്നുദ്ദീപ്തമായി ധർമ്മസംസ്കാരോപാസന ശക്തിയായി ചിരതപസ്സങ്കൽപ്പ സങ്കേതമായി ഓരോ മാസ്മരലോകമുണ്ട്. അതിലെനിക്കൻ അന്തരാത്മാവിനെ തേരോടിക്കണം എൻ്റെ കാവ്യകലയെ കൊണ്ടാകുവോളം വരെ. വാളല്ലൻ സമരായുധം ക്ഷണക്ഷണധ്വാനം മുഴക്കിയിടുവാനാളല്ല എൻ കരവാളുവിറ്റ് ഒരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ. താളം രാഗലയ ശ്രുതി സ്വരം ഇവയ്ക്കല്ലാതെ ഒന്നിനുമിന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകയില്ല എൻ പ്രേമതീർത്ഥങ്ങളിൽ. ഓണക്കോടി ഞൊറിഞ്ഞുടുത്ത് കമുകിൻ പൊൻപൂങ്കുലച്ചാർത്തുമായി പ്രാണപ്രേയസി കാവ്യകന്യ കവിളത്തൊന്നും വച്ചിടവേ വീണക്കമ്പികൾ മീട്ടി മാനവ മനോരാജ്യങ്ങളിൽ ചെന്നു ഞാൻ. നാണത്തിൻ്റെ കിളുന്നുകൾക്കു നിറയെ പാദസ്വരം നൽകി ഞാൻ. ഞാനീ ജാലകവാതിലിൽ ചെറുമുളം തണ്ടിൽ ഞൊറിഞ്ഞിട്ടതാണ് ഈ നീലക്കുയിൽ ശാരദേന്ദുകലയെ പാവാട ചാർത്തിക്കുവാൻ. നിത്യം ചിറകിട്ടടിച്ചു ചിതറിക്കീറി പറപ്പിച്ചുവോ ഞാനീ സർഗലയ സമാധിയിലിരിക്കുമ്പോൾ കൊടും കാറ്റുകൾ കോടക്കാറ്റിലലിഞ്ഞുഴഞ്ഞ ചിടയും ചിക്കിക്കിടന്നീടുമക്കാടങ്ങിങ് ചവച്ചെറിഞ്ഞ തളിരും പൂവും പിടഞ്ഞിടവേ നാടന്ത പ്രഹരങ്ങളേറ്റ് കിടിലം കൊൾകേ മുലപ്പാലുമായി പാടം നീന്തി വരുന്ന പൗർണമി നിനക്കാവട്ടെ ഗീതാഞ്ജലി. പാടം നീന്തി വരുന്ന പൗർണമി നിനക്കാവട്ടെ ഗീതാഞ്ജലി. നന്ദി, നമസ്കാരം.